Hi friends, welcome to Lakshmi's Cooking Stories. ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ലസാന്യ ഇറ്റാലിയൻ കുസൈനിൽ വരുന്നതാണത്. പാസ്തയുടെ ഫ്ലാറ്റ് ഷീറ്റ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷനാണ്. നൂഡിൽസ് വെച്ചും ചെയ്യാം, പക്ഷേ മോർ പ്രിഫർ ചെയ്യുന്നത് ഷീറ്റ് വെച്ചിട്ടുള്ളതാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടുള്ളതാണ്. അതിൽ ചിക്കൻ്റെ കണ്ടൻറ്റും നല്ല ക്രീമി സോസും ചീസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലെയർ ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ലസാനിയയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 5 സ്റ്റേജസ് ആണ് ഈ പ്രിപ്പറേഷനുള്ളത്. ആദ്യമായിട്ട് നമുക്കിതിൽ വയ്ക്കുന്ന സ്റ്റഫിങ്, ചിക്കൻ്റെ സ്റ്റഫിങ് പ്രിപ്പറേഷനാണ്. അപ്പോൾ നമുക്കത് ആദ്യം ഒരു കടായി എടുക്കുക. അതിൽ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഒലീവ് ഓയിൽ ഓർ എനി വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഒഴിക്കുക. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞത്, അതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അതിനെ സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്യാം. സ്ലൈറ്റ് ആയിട്ട് മതി, സ്ലൈറ്റ് ബ്രൗൺ കളർ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് കുഞ്ഞായിട്ട് ക്രഷ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. സവാള സോട്ടായി. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ മുക്കാൽ വേവിച്ച് നന്നായിട്ട് കുഞ്ഞായിട്ട് മിക്സിയിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എടുത്ത് മുക്കാൽ വേവാണേ, കാരണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് ബാക്കി വേവ് അതിലാണ്. അപ്പോൾ ചിക്കൻ 250 ഗ്രാംസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. റോ ചിക്കനും നമുക്ക് യൂസ് ചെയ്യാം, അത് പക്ഷേ കുക്കിംഗ് ടൈം ഒത്തിരി എടുക്കും. അങ്ങനെ വേണമെങ്കിലും, അതായത് ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസില്ലേ, അത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി വളരെ സ്മോൾ പീസായിട്ട് നുറുക്കി എടുത്തിട്ട് അതിങ്ങനെ സോട്ട് ചെയ്തും എടുക്കാം. അപ്പോൾ കുക്കിംഗ് ടൈം ഒത്തിരി എടുക്കും. മുക്കാൽ വേവാണ്, ഫുൾ വേവിച്ച് കളയരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അരച്ചതല്ല, ഗ്രേറ്റ് ചെയ്ത് അത് ഇതിലേക്ക് ഇട്ടു. മീഡിയം ഫ്ലെയിമിലാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സീസണിങ്സ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇറ്റാലിയൻ സീസണിങ്സ് എല്ലാ മിക്സഡ് ഹെർബും കൂടെ ഉള്ള, അങ്ങനെ നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, അതൊരു 1 ടീസ്പൂൺ. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞും മേടിക്കാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂണാണ്. നല്ലോണം മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, എല്ലാ കളേഴ്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ 1 കപ്പ്, യെല്ലോ, ഗ്രീൻ, റെഡ്, ഭംഗിയും കാണും, നല്ല ടേസ്റ്റും ആയിരിക്കും. അല്ല, 1 കപ്പ് അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം, കാരണം ആദ്യം കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം.
ഉപ്പൊന്ന് നോക്കാം കറക്റ്റാണോന്ന്. പാകത്തിന് ഉപ്പുണ്ട്. അങ്ങനെ നമ്മൾ പ്രോസസ്ഡ് ചീസൊക്കെ വയ്ക്കുന്നതുകൊണ്ട് ചീസിൽ ഓൾറെഡി പ്രോസസ്ഡ് ചീസിൽ ഉപ്പ് കാണും. അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ഈ സ്റ്റഫിങ്ങിൽ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആവും. ഇതൊന്ന് തിക്കനാവാനായിട്ട് ഒരു 5 മിനിറ്റ്. നമ്മൾ റോ ചിക്കനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ വേവിക്കണം. കാരണം ആ ചിക്കൻ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 15 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഇതിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ റോ ചിക്കൻ ആകുമ്പോൾ നമ്മളൊരു 1.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ സ്റ്റഫിങ്ങിനുള്ള ചിക്കൻ റെഡിയായി. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി സെക്കൻഡ് സ്റ്റേജ്, നമ്മളൊരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക. അതിലേക്ക് ബട്ടർ അലിയുമ്പോൾ ഫയർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഇത് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതാണ്. അത് ഇതിലോട്ട് മിക്സായി, മൈദയും ബട്ടറും മിക്സായി. ഇതിലേക്ക് 1 കപ്പ് പാല്. ഈ പാലും മൈദയും ബട്ടറും നേരെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നീറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചെറുതായി തിക്കനിങ് ആയി തുടങ്ങി. ആ ടൈമിൽ ഫയർ വളരെ ഫ്ലെയിം നല്ല ലോ ആയിരിക്കണം. ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കുറച്ചുപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. നല്ല തിക്കനിങ് ആയി. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, ഒരു ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ്. ഇത്രയിട്ട് നല്ലോണം തിക്കൻ ചെയ്തെടുക്കാം. തിക്കനായി ഓൾറെഡി. വൈറ്റ് സോസ് റെഡിയായി. നമുക്കതൊരു പാത്രത്തിലോട്ട് പകർന്നു വയ്ക്കാം. ഇങ്ങനെയും വെച്ചിരിക്കാം. ഞാനിവിടെ ഇതാ ലസാനിയയുടെ ഷീറ്റ്സ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ 3rd പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഷീറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് അവനിൽ ഡയറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റുന്ന പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള ഷീറ്റും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുകയാണ് 6 ഷീറ്റ്. ഇതാണ് ലസാനിയയുടെ ഷീറ്റ്. 4th പ്രോസസ്സ്. ഇനി അടുത്ത സ്റ്റേജ്, നമുക്കിതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. ഇത് ലസാനിയയുടെ ഒരു ബൗൾ ഇങ്ങനത്തെ എടുക്കുക. അതിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം എല്ലാ ഏരിയയും. ഇത് ബേക്ക് ചെയ്തെടുക്കുമല്ലേ, അപ്പോൾ എല്ലാ ഏരിയയും നമ്മൾ നീറ്റായിട്ട് നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം. അരികൊക്കെ നല്ലോണം ഓയിൽ നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലെയറിംഗ് ആണ്.
ആദ്യം നമുക്ക് വൈറ്റ് സോസ് ഇതിലേക്ക് ഇടാം. ഇതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ലസാനിയയുടെ ഷീറ്റ് ഇങ്ങനെ അടുക്കി കൊടുക്കാം. ഇങ്ങനെ ലെയർ ചെയ്യാം. ഇങ്ങനെ ലെയർ ചെയ്യാം. ലെയർ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്ത ലെയർ ചെയ്യാം. നല്ല ചൂടുണ്ട്. നല്ലോണം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പ്രഷർ യൂസ് ചെയ്യാതെ ചെറുതായിട്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രഷർ ചെയ്തു. എന്നിട്ട് അതിലേക്ക് പ്രോസസ്ഡ് ചീസ് ഒരു 4 എണ്ണം ലെയർ ചെയ്യാം. അതിലേക്ക് മോസല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം പതിയെ ചീസ് കൂടെ ഇട്ടതിന് ശേഷം ലെയർ ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണ്. ഇനി നമുക്ക് ഇതിന് ലസാനിയയുടെ ഷീറ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ക്രീം കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്യാം. വൈറ്റ് സോസ് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്യാം. ഇനി നമുക്കിത് റിമൈനിങ് സ്റ്റഫ് കംപ്ലീറ്റ് ഇതിലോട്ട് ലെയർ ചെയ്യാം. നമുക്കൊന്ന് ചെറുതായിട്ട് നല്ല പ്രഷർ യൂസ് ചെയ്യാതെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിറയെ മോസല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറ്റാലിയൻ സീസണിങ് ഒരു ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈക്രോവേവ് അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രീ ഹീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലസാനി അതിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അവൻ പ്രീ ഹീറ്റായി. ഇനി നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ കൺവെൻഷൻ മോഡിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ലസാനിയ റെഡിയായി. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിൽ പീസായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലസാനിയയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരു പെർഫെക്റ്റ് മീൽ റെസിപ്പിയാണ്.
എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല എമ്മി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് കണ്ടല്ലോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ 1-2 മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരത്തില്ല. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ 2 ഡേയ്സ് വരെ വെച്ചിട്ട് നമുക്ക് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഇത്രയും ഉണ്ടാക്കി വേസ്റ്റായി പോവും, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ഡേ വിഷസ്. ടേക്ക് കെയർ. ബൈ.